ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. വചനമായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വചനാനുസൃതം ജീവിച്ചവർ ഞങ്ങളുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുമ്പോൾ എപ്രകാരമാണ് വചനത്തെ സ്നേഹിച്ച് സ്വീകരിച്ച് ജീവിതം കൊണ്ട് വലിയ സാക്ഷ്യമായി മാറിയത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ ഈ സമയം ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വചനത്തെ മാംസമായി സ്വീകരിച്ച പരിശുദ്ധ അമ്മേ, ഈ സമയങ്ങളിൽ ഞങ്ങളുടെ കൂടെ മാധ്യസ്ഥം വഹിക്കണമേ. പാഠം 6, വചനാനുസൃതം ജീവിച്ചവർ. തീർച്ചയായും വചനമായ ദൈവത്തെ സ്വീകരിച്ചവർ, വചനാനുസൃതം ജീവിച്ചവർ. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത വചനാനുസൃതം ജീവിച്ചവർ ആരാണ് എന്നുള്ളതാണ്. ഈശോ തന്നെ സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 19-21 വാക്യങ്ങളിൽ അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. തീർച്ചയായും ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ദൈവവചനത്തെ സ്വീകരിച്ച് ജീവിക്കുന്നവർ ഈശോയുടെ സഹോദരനും സഹോദരിയും അമ്മയൊക്കെയായി മാറും. പ്രിയ കൂട്ടുകാരെ, ഈ പാഠഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത് വചനാനുസൃതം ജീവിച്ചവർ ആരാണ്, അവർ നമുക്ക് എങ്ങനെ മാതൃക നൽകുന്നു. വചനാനുസൃതം ജീവിച്ചവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മാതൃക പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ എപ്രകാരമാണ് വചനാനുസൃതം ജീവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായും വചനമാകുന്ന ദൈവത്തെ, ഈശോയെ സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മ റെഡിയാണ് എന്ന് പറഞ്ഞു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ. എപ്രകാരമാണ് വചനമാകുന്ന ഈശോയെ പരിശുദ്ധ അമ്മ സ്വന്തമാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിൽ വചനമാകുന്ന ഈശോയെ സ്വന്തമാക്കുവാൻ ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരുമ്പോൾ തികച്ചും സങ്കടകരമായ സമയം, സംഘർഷമുള്ള സമയം. ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം ജീവിതത്തിൽ അനുഭവിക്കാൻ ലഭിച്ച ഈ സമയത്തെ പരിശുദ്ധ അമ്മ സ്വീകരിക്കുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. വചനമാകുന്ന ഈശോയ്ക്ക് ജന്മം നൽകുന്നു. വീണ്ടും ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്ന പരിശുദ്ധ അമ്മയെ സുവിശേഷം പരിചയപ്പെടുത്തുന്നുണ്ട്. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ സങ്കടകരമായ അവസ്ഥയിൽ കുടുംബത്തിൻ്റെ ആവശ്യത്തോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രം. ഈ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട മകൻ കുരിശിലെ യാഗബലിയിൽ മനുഷ്യന് നേടിത്തന്ന രക്ഷ, അത് സ്വന്തമാക്കുവാൻ മനുഷ്യ മക്കൾക്ക് ലഭിക്കുവാൻ സാധ്യതമായ സമയത്ത് കുരിശിൻ്റെ കീഴെ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ഈ വചനമാകുന്ന ഈശോയെ സ്വീകരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നു. തീർച്ചയായും വചനാനുസൃതം ജീവിച്ചവർ എന്ന ചിന്തയിൽ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യം, വചനമായ ഈശോയ്ക്ക് ജീവിതത്തിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ, ജീവിതത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധ അമ്മ മാതൃക നൽകി. കുരിശിലെ യാഗബലിയിൽ ആ കുരിശിൽ തൊട്ട് കീഴെ പരിശുദ്ധ അമ്മ നിൽക്കുകയാണ്. മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെടുന്ന സദ്വാർത്തയ്ക്ക് പരിശുദ്ധ അമ്മ താഴെ നിന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. മാതൃകയായ പരിശുദ്ധ അമ്മ. നമ്മുടെ ആദ്യത്തെ ചിന്ത അതാവട്ടെ, വചനാനുസൃതം ജീവിച്ചവർ ഏറ്റവും ഉത്തമ മാതൃക പരിശുദ്ധ അമ്മയാണ്. അത് ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട, ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട സത്യവുമാണ്.
പരിശുദ്ധ അമ്മ എപ്രകാരമാണ് ഈ ദൗത്യ നിർവഹണത്തിന് സാക്ഷ്യം വഹിച്ചത് എന്ന് തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 38-ാം തിരുവചനം, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ അമ്മ എപ്രകാരമാണ് വചനത്തിന് സാക്ഷ്യം വഹിച്ചത്, വചനാനുസൃതം ജീവിതം നയിച്ചത് എന്നതിന് നമുക്കൊരു തലങ്ങളിലൂടെ ചിന്തിക്കാം. 1, വചനം മാംസമായി. 2, വചനമായ ഈശോയെ വളർത്തി. 3, കുരിശിൻ കീഴെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി. 4, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ശിഷ്യന്മാരെ ഒരുക്കി. വചനമായ ഈശോയെ സ്വീകരിക്കുവാൻ, വചനാനുസൃതം ജീവിക്കുവാൻ ഏറ്റവും ഉത്തമ മാതൃക പരിശുദ്ധ അമ്മ. എപ്രകാരം വചനം മാംസമായ ഈശോയെ സ്വീകരിച്ച് ഒരുക്കുന്നു, വചനമായ ഈശോയെ വളർത്തുന്നു, കുരിശിൻ്റെ കീഴെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ശിഷ്യന്മാരെ ഒരുക്കുന്നു. തുടർന്ന് നമ്മൾ ചിന്തിക്കുക, വചനത്തിന് സാക്ഷ്യം നൽകിയവർ ആരാണെന്നുള്ളത്. തീർച്ചയായും ആരാണ് വചനത്തിന് സാക്ഷ്യം നൽകിയെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ ഉത്തരം ശിഷ്യന്മാർ എന്ന് നിങ്ങൾ പറയും, ശ്ലീഹന്മാർ എന്ന് പറയും, സഭാപിതാക്കന്മാർ എന്നൊക്കെ പറയും. അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് വചനത്തിന് പരിശുദ്ധ അമ്മ മാതൃക നൽകി. ഇനി സാക്ഷ്യം നൽകുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനം, 1 യോഹന്നാൻ 1:1 നമ്മൾ കാണുന്നുണ്ട്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. ആദ്യം മുതൽ ഉണ്ടായിരുന്നത്, ഞങ്ങൾ കണ്ടത്, തൊട്ടത്, സ്പർശിച്ചറിഞ്ഞത്, അത് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. വചനാനുസൃതം ജീവിച്ച പരിശുദ്ധ അമ്മ മാതൃക. 2-ാമത്തെ ഘടകത്തിലേക്ക് ചെല്ലുമ്പോൾ ശിഷ്യ സമൂഹം, ശ്ലീഹന്മാർ, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു, അത് ഞങ്ങൾ കൊടുക്കുന്നു. അവർ തങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ചെയ്തത് എന്നുള്ളതാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് 1-ാമത്തെ തലം, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ, ഞങ്ങൾ തൊട്ടറിഞ്ഞ, ഞങ്ങൾ അനുഭവിച്ചും തൊട്ടും കൂടെ നടന്നു അറിഞ്ഞ ഈ വചനത്തെ ഈശോയെ പ്രഘോഷിച്ചു. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ട് തൊട്ട് അറിഞ്ഞതുമായി ഈ വചനത്തെ ഞങ്ങൾ പ്രഘോഷിച്ചു. 2-ാമതായി ഈ പ്രഘോഷണത്തിൻ്റെ ഭാഗമായി സഭാ സമൂഹങ്ങൾ രൂപീകരിച്ചു. പെട്ടെന്ന് മനസ്സിലാക്കുവാനും ഓർത്തിരിക്കുവാനുമായിട്ട് ഒരിക്കൽ കൂടി നമ്മൾ തുടക്കം മുതലേ മനസ്സിലാക്കുന്നു, പരിശുദ്ധ അമ്മ മാതൃക. പരിശുദ്ധ അമ്മ മാതൃകയായ തലങ്ങൾ കണ്ടു. ശ്ലീഹന്മാർ ആദ്യമേ പ്രഘോഷിച്ചു, സഭാ സമൂഹങ്ങൾ രൂപീകരിച്ചു, വചനാനുസൃതം ജീവിക്കാൻ പഠിപ്പിച്ചു. വചനാനുസൃതം ജീവിക്കാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വചനമാകുന്ന ഈശോയെ കൊടുത്തു, അത് ജീവിക്കാൻ സ്വന്തം ജീവിതത്തിലൂടെ അവർ തങ്ങളുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകി, മാതൃക നൽകി. അങ്ങനെ മാതൃക നൽകി സാക്ഷ്യം നൽകിയവർ വിശുദ്ധരാകുന്നു. വിശുദ്ധർ ആകുന്നത് എപ്രകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം സ്വീകരിച്ച് വീരോചിതമായി ജീവിച്ചവരാണ് വിശുദ്ധർ. ദൈവവചനം സ്വീകരിച്ച് വീരോചിതമായി ജീവിച്ചവർ വിശുദ്ധർ. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കും വിശുദ്ധരാകണ്ടേ? തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. പൗലോസ് ശ്ലീഹായുടെ ഭാഷയിൽ പറയുന്നത്, മാമോദീസായിലൂടെ സഭയിൽ അംഗമായി തീരുന്നവരെല്ലാം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. തീർച്ചയായും എല്ലാവർക്കും വിശുദ്ധിയിലേക്കൊരു ആഗ്രഹമുണ്ട്. വിശുദ്ധർ എന്ന് പറയുമ്പോൾ ഈ ഒരു നിർവചനം നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കട്ടെ. ദൈവവചനം സ്വീകരിച്ച് വീരോചിതമായി ജീവിച്ചവരാണ്. വീരോചിതമായി, തൻ്റെ ഇടത്തോടെ, പവർഫുൾ ലൈഫ്, തൻ്റെ ഇടത്തോടെ ജീവിച്ചവരാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, കൂട്ടുകാരെ, ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയൊക്കെയാണല്ലോ നമ്മൾ. ഒരുപക്ഷേ ക്ലാസ് റൂമിൻ്റെ പശ്ചാത്തലമൊക്കെ ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവവചനം സ്വീകരിച്ച് വീരോചിതമായി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു പേഴ്സണൽ റിഫ്ലക്ഷന് വേണ്ടി തന്നാണ്. വീരോചിതമായി അല്ലേ? ഒരു സ്ക്രീനിൻ്റെ മുമ്പിൽ ദൈവവചനത്തിനപ്പുറത്തേക്ക് പോകുന്ന ഒരു ജീവിതം എന്നിൽ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വിശുദ്ധിയിലേക്കല്ല. അങ്ങനെ ഒരു സാധ്യതയുള്ളപ്പോൾ വീരോചിതമായി ആസ് എ പേഴ്സൺ
ആസ് എ ബോയ്, ആസ് എ ഗേൾ, ഞാൻ പറയുകയാണ് നോ, എനിക്ക് വേണ്ട. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പൗലോസ്ലീഹയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവർ, കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ, ഫിലിപ്പിയിലെ ലേഖനത്തിലൊക്കെ നാം കാണുന്നു. സുവിശേഷ സന്ദേശങ്ങൾ ജീവിക്കുന്നവരാണ് വിശുദ്ധർ. ഇനി ഏതാനും ചില വിശുദ്ധരെ നമ്മളൊരു കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് വചനമായ ഈശോയെ സ്വീകരിച്ച് വിശുദ്ധിയിലേക്ക് നീങ്ങിയവർ? നമ്മൾ ആദ്യം കാണുന്നത് വിശുദ്ധ അന്തോനീസാണ്. ഓഗസ്റ്റ് 15, 1195 ലിസ്ബണിൽ ജനിച്ച വിശുദ്ധൻ. അദ്ദേഹത്തെ സ്വാധീനിച്ച ദൈവവചനം ഇപ്രകാരമാണ്: നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ ദൈവവചനത്തിന് യഥോചിതം കാതോർത്ത മറ്റു വിശുദ്ധരാണ് വിശുദ്ധ ബെനഡിക്റ്റ്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി. വീണ്ടും നമ്മൾ അടുത്ത ഒരു വിശുദ്ധനെ നമ്മൾ പരിചയപ്പെടുന്നു, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. അദ്ദേഹത്തെ സ്വാധീനിച്ച ജീവിതത്തിൻ്റെ വചനം എന്ന് പറയുന്നത്: ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? ഒരുവന് സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനം ഓർത്തിരിക്കാൻ ഒരു വചനം കൂടിയാണ്. മത്തായി സുവിശേഷകൻ 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ആ വിശുദ്ധൻ അറിയപ്പെടുന്നത് ഭാരതത്തിലെ 2ാമത്തെ അപ്പസ്തോലൻ എന്നുള്ളതാണ്. മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ അഗസ്തീനോസ് ആണ്. ഒരമ്മയുടെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി സഭയ്ക്ക് പ്രബോധനങ്ങളും വളരെ അധികം ഈടുറ്റ ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്ത വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹത്തെ സ്വാധീനിച്ച വചനം റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12-14 വാക്യങ്ങളാണ്. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദർ ഈസ് എ ചേഞ്ച്. വചനത്തെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം. ഏതാനും ചില വിശുദ്ധരുടെ പേരുകൾ പരാമർശിക്കുന്നു: വിശുദ്ധ ക്ലാര, വിശുദ്ധ തോമസ് അക്വിനാസ്, വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധ അമ്മ ത്രേസ്യ, വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ മരിയ ഗുരേത്തി. ഭാരതത്തിൽ നിന്നുള്ള വിശുദ്ധരെ നമുക്കൊന്ന് ഓർക്കാം. വിശുദ്ധ ചാവറയച്ചൻ, വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ എവുപ്രാസിയാമ, വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ മറിയം ത്രേസ്യ. വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുവാനായിട്ടിരിക്കുന്ന വാഴ്ത്തപ്പെട്ട തേവറപ്പറമ്പിൽ കുഞ്ഞച്ചൻ, വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള. തീർച്ചയായും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ മുമ്പിലുള്ള പരിശുദ്ധ അമ്മ, ശ്ലീഹന്മാർ, മറ്റ് അനേകം വിശുദ്ധർ നമുക്കൊരു വലിയ മാതൃക തരുന്നുണ്ട്. ഈ വലിയ മാതൃക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കാം. അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വചനം മാംസമായ ഈശോയെ സ്വീകരിച്ച് വളർത്തി ശിഷ്യന്മാർക്ക് ധൈര്യം പകരുന്ന ഒരു മാതൃക. വീണ്ടും ശ്ലീഹന്മാർ ഞങ്ങൾ കണ്ടതും തൊട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ വചനത്തെ പ്രഘോഷിച്ചു. വിശുദ്ധർ തങ്ങളുടെ ജീവിതത്തിൽ വചനം മൂലം എപ്രകാരമാണ് മാറ്റം വരുത്തിയതെന്ന് നമ്മൾ ഈ പാഠഭാഗത്ത് കണ്ടു. ഒരു ചെറിയ പ്രവർത്തനം എൻ്റെ അനുദിന ജീവിത വ്യാപാരത്തിൽ എന്നെ സ്വാധീനിക്കുന്ന ഒരു വചനം കണ്ടെത്തുക. പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. സ്നേഹനാഥനായ നല്ല ഈശോയെ, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ വളർത്തണമേ. ഈ കാലഘട്ടത്തിലെ ചെറിയ ചെറിയ പ്രലോഭനങ്ങളിൽ പോലും വചനമാകുന്ന ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കുവാൻ, ജീവിതത്തിൽ വിശുദ്ധിയോടെ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. രക്ഷയുടെ